ഇസ്രായേലിലേക്ക് ഒട്ടനേകം പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അവരിൽ അവസാനത്തെ നബിയാണ് ഈസാ നബി അലൈഹിസ്സലാം. തത്വശാസ്ത്രവും വൈദ്യശാസ്ത്രവും വളർന്നു വികസിച്ച കാലം. വൈദ്യശാസ്ത്രത്തെ വെല്ലുവിളിച്ച സംഭവങ്ങളാണ് പിന്നെ നടന്നത്. അല്ലാഹു ഇറക്കിയ വേദഗ്രന്ഥങ്ങളാണ് തൗറാത്തും ഇഞ്ചീലും. അവ രണ്ടിലേക്കുമാണ് ഈസാ നബി അലൈഹിസ്സലാം ഇസ്രായേലിനെ ക്ഷണിച്ചത്. വളരെ ക്രൂരമായിട്ടാണവർ പ്രതികരിച്ചത്. ഈസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ചത് സാധാരണക്കാരായ തൊഴിലാളികൾ. ഇവർ പ്രശംസിക്കപ്പെട്ട വിഭാഗമാണ്. ഈസാ നബി അലൈഹിസ്സലാമിനെതിരെ ശത്രുക്കൾ തന്ത്രം പ്രയോഗിച്ചു. അതിനേക്കാൾ ശക്തമായ തന്ത്രം അല്ലാഹുവും പ്രയോഗിച്ചു. ഉൾക്കിടിലത്തോടെയല്ലാതെ അതോർക്കാനാവില്ല. എല്ലാം വിശുദ്ധ ഖുർആൻ വെട്ടിത്തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ യഥാർത്ഥ ചരിത്രം കുട്ടികൾക്ക് നന്നായി പറഞ്ഞുകൊടുക്കണം. കുരിശിൽ തറക്കപ്പെട്ടത് ഈസാ നബി അലൈഹിസ്സലാം അല്ലെന്ന് ബോധ്യപ്പെടുത്തിക്കൊടുക്കണം. അല്ലെങ്കിൽ അവരുടെ വിശ്വാസം വികലമായി പോവാനിടയുണ്ട്. കുഞ്ഞുങ്ങളുടെ കുരുന്നുമനസ്സിൽ തൗഹീദ് ഉറപ്പിക്കണം. കുരുന്നുമനസ്സിൽ ഈമാനിന്റെ പ്രകാശം പരക്കണം. അതിന് ഈ ചരിത്രം സഹായകമാവട്ടെ. മറ്റുള്ളവരെ ഉപദേശിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു അവൻ സർവശക്തനാണ്. മണ്ണിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചു. ആദം നബി അലൈഹിസ്സലാമിന്റെ വാരിയെല്ലുകൊണ്ട് ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെയും പടച്ചു. അല്ലാഹുവിനതൊട്ടും പ്രയാസമുള്ള കാര്യമല്ല. പുരുഷനില്ലാതെ സ്ത്രീയിൽ നിന്നു മാത്രം കുഞ്ഞിനെ സൃഷ്ടിക്കാൻ അല്ലാഹുവിന് കഴിയും. ഈസാ നബി അലൈഹിസ്സലാം അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട കുട്ടിയാണ്. മറിയമിന്റെ മകൻ ഈസാ നബി അലൈഹിസ്സലാം മറ്റാരുടെയും മകനല്ല. ലോകാവസാനം വരെ മറിയം ബീവി റളിയല്ലാഹു അൻഹ പറയപ്പെടും. പരലോകത്ത് സ്വർഗനായികമാരിൽ ഒരാളാണവർ. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെയും മകൻ ഈസാ നബി അലൈഹിസ്സലാമിന്റെയും ചരിത്രം ചുരുക്കിപ്പറയുകയാണിവിടെ. കുരിരുട്ടിൽ നടന്നുപോകുന്ന രണ്ടു കൂട്ടുകാർ മുമ്പിൽ നടക്കുന്നവൻ ഒരു കുഴി ശ്രദ്ധയിൽപ്പെട്ടു. ഉടൻ അയാൾ കൂട്ടുകാരനോട് പറയുന്നു, ശ്രദ്ധിക്കണം, മുമ്പിൽ കുഴിയുണ്ട്. തന്റെ കൂട്ടാളിയെ രക്ഷപ്പെടുത്താനുള്ള ഒരു എളിയ ശ്രമമാണിത്. എന്നാൽ നമ്മുടെ ഒരു സുഹൃത്ത് ശാശ്വതമായി നരകത്തിൽ വീഴുന്നത് ആരാണിഷ്ടപ്പെടുക? നമ്മുടെ സഹോദര സമുദായക്കാരായ ഓരോ ക്രിസ്ത്യാനിയും ഇത് വായിച്ച് സത്യം ഗ്രഹിച്ചെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശിക്കുന്നു. സത്യത്തിൽ ക്രിസ്തു സഹോദരങ്ങൾക്ക് യഥാർത്ഥ സൃഷ്ടാവിന്റെ ശക്തി ഉൾക്കൊള്ളാൻ കഴിയാതെ പോയി. അതുകൊണ്ടാണല്ലോ ആദം ഹവ്വ ജന്മത്തേക്കാൾ മഹത്തരമായി ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജന്മത്തെ അവർ കാണുന്നത്. ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിലിൽ നിന്ന് ആദ്യം ഉരുവിട്ടത് അബ്ദുല്ലാഹ്, ഞാൻ സൃഷ്ടാവിന്റെ അടിമയാണെന്നാണ്. തൗഹീദ് സ്ഥാപിക്കാൻ വന്ന പ്രവാചകനെ ധിക്കാരപരമായി 3-in-1 സിദ്ധാന്തത്തിലൂടെ തള്ളിക്കളയുകയാണവർ. കുരിശിൽ തറച്ച സംഭവത്തിലെ തെറ്റിദ്ധാരണയും വളരെ വ്യക്തമായി ഖുർആൻ വിശദീകരിക്കുന്നു. സത്യം ഗ്രഹിച്ച് രക്ഷപ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഖുർആന്റെ വെളിച്ചത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പും ജീവിതവും സംബന്ധിച്ച് ഒരു റഫറൻസായി ഉപയോഗപ്പെടുത്താൻ ഈ ചരിത്രം സഹായകമാണ്. ഈസാ നബി അലൈഹിസ്സലാം വല്ലാത്തൊരു വിസ്മയം ലോകത്ത് നിലനിർത്തിപ്പോരുന്ന പേരാണത്. അനേക നൂറ്റാണ്ടുകളായി ഈസാ നബി അലൈഹിസ്സലാമിനെക്കുറിച്ചുള്ള വിവരണം അതിശയത്തോടെ ലോകം കേട്ടുകൊണ്ടിരിക്കുന്നു. മാതാപിതാക്കളുടെ സമ്പർക്കത്തിൽ നിന്ന് കുഞ്ഞു ജനിക്കുന്നു. അതാണ് പ്രകൃതി രീതി. പ്രകൃതിയുടെ രീതിക്ക് വിരുദ്ധമായി കുഞ്ഞു ജനിക്കുമോ? ജനിക്കും. ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചത് അങ്ങനെയാണ്. ഈസാ നബി അലൈഹിസ്സലാം പിതാവില്ലാതെ പിറന്ന കുട്ടിയാണ്. ഇസ്രായേലി സമൂഹത്തിലേക്ക് അനേകം പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അവരിൽ അവസാനത്തെ പ്രവാചകനാണ് ഈസാ നബി അലൈഹിസ്സലാം. മാതാവ് മറിയം ബീവി റളിയല്ലാഹു അൻഹയാണ്. ഈസാ നബി അലൈഹിസ്സലാമിനെക്കുറിച്ച് പറയുമ്പോൾ ലോകം ആദം നബി അലൈഹിസ്സലാമിനെ ഓർക്കുന്നു. പ്രമാണങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചു, പിതാവില്ലാതെ, മാതാവില്ലാതെ. അതല്ലേ വലിയ വിസ്മയം. ആദം നബി അലൈഹിസ്സലാമിന് ഇണയായി ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ സൃഷ്ടിക്കപ്പെട്ടു. ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് പിതാവുണ്ടോ? മാതാവുണ്ടോ? ഇല്ല. അല്ലാഹുവിന്റെ അത്ഭുതകരമായ സൃഷ്ടിവൈഭവം. അല്ലാഹു സർവശക്തനാണ്, എന്തിനും കഴിവുള്ളവൻ. ആദം നബി അലൈഹിസ്സലാം, ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ, ഈസാ നബി അലൈഹിസ്സലാം ഇവരുടെ സൃഷ്ടിപ്പ് അതിനുദാഹരണമാണ്. വിശുദ്ധ ഖുർആനിലെ 19-ാം അധ്യായത്തിന്റെ പേരെന്തെന്നറിയുമോ? സൂറത്ത് മറിയം. ഒരു വിശുദ്ധ വനിതയുടെ പേരിൽ അറിയപ്പെടുന്ന അധ്യായം. വിശുദ്ധ ഖുർആനിൽ 30 സ്ഥലത്ത് പറയപ്പെട്ട പേര്. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ മാതാവ് പുണ്യവതിയായ ഹന്ന, പിതാവ് പരമപ്രമുഖനായ ഇമ്രാൻ. അക്കാലത്ത് ഫലസ്തീൻ ജനതയുടെ സാമൂഹിക ജീവിതത്തിന്റെ സിരാകേന്ദ്രമായിരുന്നു ബൈത്തുൽ മുഖദ്ദസ്. ബൈത്തുൽ മുഖദ്ദസിലെ പരിചാരകന്മാരിൽ പ്രമുഖനാണ് ഇമ്രാൻ. അവിടെ വന്നുപോകുന്നവരുമായി നല്ല ബന്ധം.
എല്ലാ കാര്യങ്ങൾക്കും മുമ്പിലുണ്ടാവും. ആ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് സകരിയ നബി അലൈഹിസ്സലാം. വഴിപിഴച്ചുപോയ ജനതയെ തൗഹീദിലേക്ക് ക്ഷണിക്കാൻ നിയോഗിക്കപ്പെട്ട മഹാപ്രവാചകൻ. ആ സമൂഹം കൊടും ക്രൂരതയാണ് സകരിയ നബി അലൈഹിസ്സലാമിനോട് കാണിച്ചത്. സകരിയ നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയുടെ പേര് ഈശാഹ്. ഈശാഹ് ആരാണ്? ഹന്നയുടെ മൂത്ത സഹോദരി. സ്നേഹവും വാത്സല്യവും നിറഞ്ഞ ഇത്താത്ത. സകരിയ നബി അലൈഹിസ്സലാം ഈശാഹിനോടൊപ്പം ഒരു കൊച്ചുവീട്ടിൽ താമസിക്കുന്നു. വഴിപിഴച്ച ദുഷ്ടന്മാരുടെ ഉപദ്രവങ്ങൾ സഹിച്ചാണ് ജീവിക്കുന്നത്. പകൽ സമയത്ത് സകരിയ നബി അലൈഹിസ്സലാം അധികനേരവും വീട്ടിലുണ്ടാവില്ല. ബൈത്തുൽ മുഖദ്ദസിലോ മറ്റു സ്ഥലങ്ങളിലോ ആയിരിക്കും. ഹന്നയും ഇമ്രാനും ഒരു കൊച്ചുവീട്ടിൽ സമാധാനത്തോടെ കഴിയുന്നു. പകൽ സമയത്ത് ഇമ്രാൻ ബൈത്തുൽ മുഖദ്ദസിലായിരിക്കും. 2 വീടുകളിലും ഒരേ ദുഃഖം തളം കെട്ടിനിന്നു. ഇരുകൂട്ടർക്കും സന്താനങ്ങളില്ല. കൽബിനെ കാർന്നു തിന്നുന്ന വേദന 4 പേരും അനുഭവിച്ചു വരികയാണ്. ഹന്ന ഒരു ദിവസം ഒരു കാഴ്ച കണ്ടു. വലിയൊരു തണൽ വൃക്ഷം, കൊമ്പിലൊരു പക്ഷിക്കൂട്, കൂട്ടിൽ തള്ളപ്പക്ഷിയും കുഞ്ഞുങ്ങളും. തള്ളപ്പക്ഷി കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന വാത്സല്യം. കുറച്ചുനേരം നോക്കി നിന്നപ്പോൾ ഹന്നയുടെ കൽബിൽ ദുഃഖം നിറഞ്ഞു. ആ തള്ളപ്പക്ഷി സൗഭാഗ്യവതിയാണ്. താനോ? തേങ്ങിക്കരഞ്ഞുപോയി. സംഭവമറിഞ്ഞപ്പോൾ ഇമ്രാനും ദുഃഖിതനായി. പതറിയ മനസ്സുമായി ദുആയിരുന്നു. കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടി എന്നും പ്രാർത്ഥിക്കാറുണ്ട്. അന്നത്തെ പ്രാർത്ഥന കണ്ണീരിൽ കുതിർന്നതായിരുന്നു. ആ പ്രാർത്ഥന ഫലമുണ്ടായി. തള്ളപ്പക്ഷി തന്റെ കുഞ്ഞിന് തീറ്റ കൊടുക്കുന്ന രംഗം കണ്ട ഹന്നയുടെ മനസ്സ് ദുഃഖം കൊണ്ട് ആടിയുലഞ്ഞുപോയി. വെപ്രാളത്തോടെ ഒരു നേർച്ച നേർന്നു. അല്ലാഹുവേ, നീ എനിക്കൊരു കുഞ്ഞിനെ നൽകിയാൽ ഞാനതിനെ ബൈത്തുൽ മുഖദ്ദസിന്റെ സേവനത്തിനായി സമർപ്പിക്കുന്നതാണ്. വല്ലാത്തൊരു നേർച്ചയാണ് നേർന്നത്. ഏറെക്കഴിഞ്ഞില്ല, ഹന്ന ഗർഭിണിയായി. ഗർഭിണിയായ സന്തോഷം. സന്തോഷത്തോടൊപ്പം ദുഃഖവുമെത്തി. വേർപാടിന്റെ കടുത്ത വേദന. പ്രിയ ഭർത്താവ് ഇമ്രാൻ തളർന്നുപോയി. കണ്ണുകളടഞ്ഞു. എന്നേക്കുമായി ഇമ്രാൻ മരിച്ചുപോയി. ഹന്ന വിധവയായി. മാസം തികഞ്ഞു. കുഞ്ഞിനെ പ്രസവിച്ചു. പെൺകുഞ്ഞ്. ഈ കുഞ്ഞാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹ. പെൺകുഞ്ഞ് പിറന്നപ്പോൾ ഹന്നയ്ക്ക് വെപ്രാളമായി. ബൈത്തുൽ മുഖദ്ദസിന്റെ സേവനത്തിനുവേണ്ടി സമർപ്പിക്കപ്പെടുക ആൺകുട്ടികളാണ്, പെൺകുട്ടികളല്ല. നേർച്ച വീട്ടുകയും വേണം. എന്തുവഴി? അല്ലാഹു ഒരു വഴികാട്ടിത്തരും. അവർ അങ്ങനെ ആശ്വസിച്ചു. പിറന്ന ദിവസം തന്നെ കുഞ്ഞിന് പേരിട്ടു മറിയം. മറിയം എന്ന വാക്കിന് ശുശ്രൂഷിക്കുന്നവൾ, ആരാധനയിൽ വ്യാപൃതയായവൾ എന്നൊക്കെ അർത്ഥം പറഞ്ഞു കാണുന്നു. ബൈത്തുൽ മുഖദ്ദസിന്റെ ശുശ്രൂഷകന്മാർ 25 പേരുണ്ടായിരുന്നു. അവരുടെ നേതാവ് സകരിയ നബി അലൈഹിസ്സലാമായിരുന്നു. ഹന്നയുടെ നേർച്ചയെക്കുറിച്ച് അവരറിഞ്ഞു. മറിയം അല്ലാഹു നൽകിയ അനുഗ്രഹമാണ്. ആ കുഞ്ഞിന്റെ സംരക്ഷണമേറ്റെടുക്കാൻ 25 പേരും സന്നദ്ധരായി. അവർക്കിടയിൽ മത്സരമായി. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായത്തിന്റെ പേര് സൂറത്തു ആലു ഇമ്രാൻ എന്നാകുന്നു. ഇമ്രാന്റെ കുടുംബവാർത്തകൾ ഇതിൽ പറയുന്നുണ്ട്. പ്രിയപുത്രി, മറിയമിനെയും മറിയമിൽ നിന്നുണ്ടാവുന്ന സന്താന പരമ്പരയെയും ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് സംരക്ഷിക്കണമേ എന്നാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥന സകല മുസ്ലിങ്ങൾക്കും പാഠമാണ്. മക്കൾ നന്നായിത്തീരണമെന്ന ആഗ്രഹവേണം. അവരിൽ നിന്നുണ്ടാവുന്ന പരമ്പരയും നന്നാവണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. പിറന്ന നാൾ തൊട്ടുതന്നെ പ്രാർത്ഥന വേണം. കുട്ടികളെ നന്നാക്കിയെടുക്കാനുള്ള ബുദ്ധിപരമായ പ്രവർത്തനങ്ങളും നടത്തണം. മനഃശാസ്ത്രപരമായ സമീപനം വേണം. ദീനിനോട് ഭക്തി ബഹുമാനങ്ങൾ വളർത്തിയെടുക്കണം. മറിയം ബീവി റളിയല്ലാഹു അൻഹയെ അല്ലാഹു സ്വീകരിച്ചു. ആരാധനയുടെ കേന്ദ്രത്തിലാണവർ വളരാൻ പോകുന്നത്. ബൈത്തുൽ മുഖദ്ദസിൽ പണ്ഡിതന്മാരുണ്ട്. അവരുടെ പ്രഭാഷണങ്ങൾ നടക്കുന്നു. ദീനീ പ്രവർത്തനങ്ങളുടെ സിരാകേന്ദ്രമാണത്. സകരിയ നബി അലൈഹിസ്സലാം. അവരിൽ നിന്നാണ് ശിക്ഷണം ലഭിക്കാൻ പോകുന്നത്. അക്കാലത്ത് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ശിക്ഷണം. മറിയം ബീവി റളിയല്ലാഹു അൻഹയെ അല്ലാഹു അനുഗ്രഹിച്ചു. വിജ്ഞാനം കൊണ്ടവർ സമ്പന്നയായിത്തീരണം. അല്ലാഹുവിനെ അറിയുക, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ വിജ്ഞാനം. ആ വിജ്ഞാനമാണ് കൊച്ചുപ്രായത്തിൽ തന്നെ ലഭിക്കാൻ പോകുന്നത്. ഒരു സമൂഹത്തിലെ ഏറ്റവും നല്ല അധ്യാപകൻ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട നബിയാകുന്നു. അല്ലാഹുവിനെക്കുറിച്ചുള്ള വിജ്ഞാനം ജനങ്ങൾക്കു പകർന്നു നൽകുന്നത് നബിയാകുന്നു. നബിയുടെ ജീവിതം തൊട്ടടുത്തുനിന്ന് കണ്ടു പഠിക്കാനുള്ള അവസരം ലഭ്യമാവുകയാണ്. ഹന്ന തന്റെ കുട്ടിയുമായി ബൈത്തുൽ മുഖദ്ദസിലെത്തി. അപ്പോൾ അവിടെയുള്ള ശുശ്രൂഷകരെല്ലാം കുട്ടിയെ സ്വീകരിക്കാൻ ഉത്സാഹം കാണിച്ചു. കുട്ടിയുടെ സംരക്ഷണത്തിനായി മത്സരബുദ്ധിയോടെ മുന്നോട്ടു വന്നു. തർക്കം പരിഹരിക്കാൻ ഒരു ഉപായം കണ്ടെത്തി. നറുക്കിടുക. എല്ലാവരും ജോർദാൻ നദിയുടെ കരയിൽ വന്നു. ഓരോരുത്തരുടെയും കൈവശം എഴുതാനുപയോഗിക്കുന്ന പേനയുണ്ട്. സകരിയ നബി അലൈഹിസ്സലാം അക്കൂട്ടത്തിലുണ്ട്. കാണികളും ധാരാളം. എല്ലാവരും പേന വെള്ളത്തിലിടുക. ആരുടെ പേനയാണോ താഴ്ന്നു ഒഴുകിപ്പോകാതെ.
വെള്ളത്തിനു മുകളിൽ പൊന്തിക്കിടക്കുന്നത്. അയാൾക്കാണ് കുഞ്ഞിനെ വളർത്താനുള്ള അവകാശം ലഭിക്കുക. വികാരഭരിതമായ അന്തരീക്ഷം. ഓരോരുത്തരുമായി പേനയിട്ടു. സകരിയ നബി അലൈഹിസ്സലാം തന്റെ പേനയും നദിയിലിട്ടു. അത്ഭുതം, സകരിയ നബി അലൈഹിസ്സലാമിന്റെ പേന മാത്രം പൊന്തിക്കിടന്നു. മറ്റുള്ളവയെല്ലാം താഴ്ന്നു ഒഴുകിപ്പോയി. എല്ലാവരുടെയും സമ്മതത്തോടെ സകരിയ നബി അലൈഹിസ്സലാം കുഞ്ഞിനെ ഏറ്റെടുത്തു. ഇക്കാര്യം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിച്ചുകൊടുത്തു. യഹൂദരെയും ക്രൈസ്തവരെയും അത്ഭുതപ്പെടുത്തിയ വാർത്തയാണിത്. സകരിയ നബി അലൈഹിസ്സലാമിനെക്കുറിച്ചും മറിയം ബീവി റളിയല്ലാഹു അൻഹയെക്കുറിച്ചും ചില വിവരങ്ങൾ അവർക്കറിയാമായിരുന്നു. വിശദ വിവരങ്ങളറിയില്ല. പേന നദിയിലിട്ട സംഭവം അവർക്ക് പുതുമയുള്ള വാർത്തയായിരുന്നു. സകരിയ നബി അലൈഹിസ്സലാം അത്ഭുതപ്പെട്ടുപോയ ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അവ ശ്രദ്ധിക്കാം. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, മഹദിയുടെ റബ്ബ് മഹദിയെ നല്ല നിലയിൽ സ്വീകരിക്കുകയും ഉത്കൃഷ്ടമായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു. മഹദിയുടെ പരിപാലനത്തിന് സകരിയ നബി അലൈഹിസ്സലാമിനെ അവൻ ഭാരമേൽപ്പിക്കുകയും ചെയ്തു. മഹദിയുടെ അടുക്കലേക്ക് മുറിയിൽ കടന്നു ചെല്ലുമ്പോഴെല്ലാം എന്തെങ്കിലുമൊരു ഭക്ഷണം മഹദിയുടെ അടുത്ത് അദ്ദേഹം കാണാറുണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ചോദിച്ചു, ഓ മറിയം, ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടി? മഹദി പറഞ്ഞു, ഇത് അല്ലാഹുവിങ്കൽ നിന്ന് ലഭിച്ചതാകുന്നു. നിശ്ചയമായും താനുദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു കണക്കുകൂടാതെ ഭക്ഷണം നൽകുന്നതാകുന്നു. മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് സകരിയ നബി അലൈഹിസ്സലാം ഒരു മുറി തയ്യാറാക്കിയിരുന്നു. ഒരു ചെറിയ കോണി കയറി മുറിയിൽ പ്രവേശിക്കാം. സകരിയ നബി അലൈഹിസ്സലാം മാത്രമാണ് ആ മുറിയിൽ പ്രവേശിച്ചിരുന്നത്. ആവശ്യമായ അറിവുകളെല്ലാം സകരിയ നബി അലൈഹിസ്സലാമിൽ നിന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹ പഠിച്ചുകൊണ്ടിരുന്നു. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ മാതാവിന്റെ സഹോദരിയാണല്ലോ സകരിയ നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ ഈശാ. രാത്രി പ്രാർത്ഥനയ്ക്ക് ശേഷം സകരിയ നബി അലൈഹിസ്സലാം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ മറിയമിനെയും കൊണ്ടുപോവും. രാവിലെ പള്ളിയിലേക്ക് തിരിച്ചുകൊണ്ടുവരികയും ചെയ്യും. രാത്രി ഭക്ഷണവും ഉറക്കവും മുത്തശ്ശിയുടെ കൂടെ, പ്രഭാത ഭക്ഷണവും അവിടെത്തന്നെ. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ആഹാരകാര്യം സകരിയ നബി അലൈഹിസ്സലാമിനെ അത്ഭുതപ്പെടുത്തി. വിശിഷ്ടമായ ഭക്ഷണസാധനങ്ങൾ മുറിയിൽ കാണും. വേനൽക്കാലത്തെ പഴങ്ങൾ വർഷക്കാലത്ത് കാണും. വർഷക്കാലത്തെ പഴങ്ങൾ വേനൽക്കാലത്തും കാണും. എവിടെന്ന് കിട്ടിയവ? സകരിയ നബി അലൈഹിസ്സലാം ചോദിച്ചു. അല്ലാഹുവിങ്കൽ നിന്നു ലഭിച്ചു. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ കുട്ടിക്കാലത്തെ കറാമത്ത് തന്നെയായിരുന്നു അത്. കൂടെ ചെറിയൊരു വിശദീകരണവും. അല്ലാഹു അവനുദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ നൽകും. കണക്കില്ലാത്ത അനുഗ്രഹമാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ലഭിച്ചത്. അനുഗ്രഹീതനായ പുത്രനെ ലഭിച്ചു. അത് ഏറ്റവും വലിയ ഭാഗ്യം. വിശുദ്ധ ഖുർആനിലെ 19-ാം അധ്യായം സൂറത്തു മറിയം. ഈ സൂറത്ത് ആരംഭിക്കുന്നത് സകരിയ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന ഉദ്ധരിച്ചുകൊണ്ടാണ്. ഒരു കുഞ്ഞിനെ കിട്ടാനുള്ള അടങ്ങാത്ത ആഗ്രഹം. മറിയമിനെ കാണുമ്പോൾ ആ ആഗ്രഹം വലുതാവുകയാണ്. തനിക്കൊരു പിൻഗാമിയെ കിട്ടണം. തന്റെ ദൗത്യം തുടർന്നു നടത്താൻ യോഗ്യനായ ഒരാൺകുട്ടി വേണം. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന വളരെ കാലമായി തുടരുന്നു. കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥനയാണത്. രഹസ്യമായുള്ള പ്രാർത്ഥന. അല്ലാഹു പ്രാർത്ഥന സ്വീകരിച്ചു. ഒരാൺകുട്ടിയെക്കുറിച്ചുള്ള സന്തോഷകരമായ സൂചന നൽകുകയും ചെയ്തു. സന്തോഷവാർത്ത വന്നപ്പോൾ അമ്പരന്നുപോയി. സകരിയ നബി അലൈഹിസ്സലാമിന് പ്രായം 120 വയസ്സ്. ഭാര്യയ്ക്ക് 98. ഈ പ്രായത്തിൽ ഭാര്യ ഗർഭിണിയാവുകയോ പ്രസവം നടക്കുമോ? സർവശക്തനായ റബ്ബിന് അതൊട്ടും പ്രയാസമുള്ള കാര്യമല്ല. അത് നിശ്ചയിക്കപ്പെട്ട കാര്യമാകുന്നു. ആ സന്തോഷവാർത്ത വിശുദ്ധ ഖുർആൻ പറയുന്നു. ഓ സകരിയ, നിശ്ചയമായും താങ്കൾക്ക് ഒരാൺകുട്ടിയെ സംബന്ധിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്നു. അവന്റെ പേര് യഹ്യ എന്നാകുന്നു. ഇതിനു മുമ്പ് ആ പേരുള്ള ഒരാളെയും നാം സൃഷ്ടിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, എന്റെ റബ്ബേ, എനിക്ക് എങ്ങനെയാണ് ഒരാൺകുട്ടിയുണ്ടാവുക? എന്റെ ഭാര്യ വന്ധിയായിരിക്കുന്നു. ഞാൻ വളരെയേറെ വാർദ്ധക്യം പ്രാപിക്കുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹു പറഞ്ഞു, കാര്യം അങ്ങനെ തന്നെ. നിന്റെ റബ്ബ് പറയുന്നു, എനിക്കത് നിസ്സാരകാര്യമാകുന്നു. മുമ്പ് താങ്കളെ നാം സൃഷ്ടിച്ചു. താങ്കൾ ഒരു വസ്തുവുമായിരുന്നില്ല. ഏറെക്കഴിയും മുമ്പ് സകരിയ നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ ഗർഭിണിയായി. ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞാണ് യഹ്യ നബി അലൈഹിസ്സലാം. യഹ്യ നബി അലൈഹിസ്സലാമിനെക്കുറിച്ച് പറഞ്ഞ ശേഷം സൂറത്ത് മറിയമിൽ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നു. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ മഹത്വങ്ങൾ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലതവണ വിവരിച്ചിട്ടുണ്ട്. വത്താദ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ ഇങ്ങനെ കാണാം. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലോകത്തുള്ള സ്ത്രീകളിൽ ഏറ്റവും ഉത്തമരായവർ 4 വനിതകളാകുന്നു. ഇമ്രാന്റെ മകൾ മറിയം, ഫിർഔനിന്റെ ഭാര്യ ആസിയ, ഖുവൈലിദിന്റെ മകൾ ഖദീജ, മുഹമ്മദ് നബിയുടെ മകൾ ഫാത്തിമ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു,
നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്തു, ലോകവനിതകളിൽ നന്മ നിറഞ്ഞവർ 4 പേരാകുന്നു: ഇമ്രാന്റെ മകൾ മറിയം, ഫിർഔനിന്റെ ഭാര്യ ആസ്യ, ഖുവൈലിദിന്റെ മകൾ ഖദീജ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ ഫാത്തിമ. സ്വർഗ്ഗത്തിലെ 4 നായികമാരിൽ ഒരാളാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹ. യഹ്യ നബി അലൈഹിസ്സലാമിന്റെ ജനനവും ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനനവും മനുഷ്യവർഗത്തെ വിസ്മയം കൊള്ളിച്ചിട്ടുണ്ട്. സകരിയ നബി അലൈഹിസ്സലാം വൃദ്ധനായി, ഭാര്യവന്ധിയാണ്, എന്നിട്ടും അവർക്ക് കുഞ്ഞു പിറന്നു. ഈ സംഭവം വിവരിച്ച ശേഷം ഈസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നു. ഈസാ നബി അലൈഹിസ്സലാമിനെ പ്രസവിച്ചത് മറിയം ബീവി റളിയല്ലാഹു അൻഹ. പിതാവില്ലാതെ ഒരു കുട്ടിയെ സൃഷ്ടിക്കാൻ അല്ലാഹുവിന് പ്രയാസമില്ല. ദാവൂദ് അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിലാണ് ഇമ്രാൻ ജനിക്കുന്നത്. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിൽ മറിയം ബീവി റളിയല്ലാഹു അൻഹ ജനിച്ചു എന്ന കാര്യം അംഗീകരിക്കപ്പെട്ടതാണ്. അക്കാലത്ത് ഇസ്രായേലികൾക്ക് നിസ്കാരത്തിന് നേതൃത്വം നൽകിയിരുന്നത് ഇമ്രാനായിരുന്നു. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ഉമ്മ ഹന്ന വലിയൊരു ഭക്തയായിരുന്നുവെന്നും ഹന്നയുടെ പിതാവ് ഫഖൂദ് സമൂഹത്തിൽ ഉന്നതസ്ഥാനമുള്ള നേതാവും മതഭക്തനുമായിരുന്നുവെന്നും രേഖകളിൽ കാണാം. മറിയമിന്റെ സഹോദരി അശ്യായി ആയിരുന്നുവെന്നും അവരുടെ ഭർത്താവ് അക്കാലത്തെ പ്രവാചകനായ സകരിയ നബി അലൈഹിസ്സലാം ആയിരുന്നുവെന്നും ചരിത്രരേഖകളിൽ കാണാം. സകരിയ നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ ഗർഭം ധരിച്ചു. കുടുംബത്തിൽ അതൊരു വിശേഷ സംഭവമായിരുന്നു. കുലീന വനിതകൾ കൂട്ടായി വരാൻ തുടങ്ങി. അപ്പോൾ മറിയം ബീവി റളിയല്ലാഹു അൻഹ യൗവനത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. സർവ്വഗുണസമ്പന്നയും സുന്ദരിയുമാണവൾ. മതഭക്തയുമാണ്. മലക്കുകൾ അവരെ സമീപിക്കുകയും സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മലക്കുകൾ ഇങ്ങനെ അറിയിച്ചു: മറിയം, അല്ലാഹു നിങ്ങളെ സമുന്നത സ്ഥാനം നൽകി ആദരിച്ചിരിക്കുന്നു. എല്ലാ ദുഷിച്ച മാർഗ്ഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തിയിരിക്കുന്നു. നന്നായി ശുദ്ധീകരിച്ചിരിക്കുന്നു. ലോകവനിതകളിൽ അത്യുന്നത സ്ഥാനം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് അല്ലാഹുവിനെ കൂടുതലായി ആരാധിക്കുക. ഈ സന്ദേശം ലഭിച്ചതോടെ ആരാധനകളിൽ കൂടുതൽ സജീവമായി. പ്രായം കൂടിയപ്പോൾ പഠനം ഗൗരവത്തിലായി. ഇപ്പോൾ ഏകാന്തത ഇഷ്ടപ്പെടുന്നു. കിഴക്കുഭാഗത്ത് ഒരു മുറിയുണ്ടാക്കി. അവിടെ ഒറ്റയ്ക്കിരുന്ന് അല്ലാഹുവിനെ ഇബാദത്തെടുക്കാൻ തുടങ്ങി. ദീർഘനേരം തൗറാത്ത് പാരായണം ചെയ്യും. വളരെ നേരം നിസ്കരിക്കും. ചിലപ്പോൾ കാൽ വേദനിക്കും. നീര് വന്നുപോവും. കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കും. മറിയം ബീവി റളിയല്ലാഹു അൻഹ ഈ സന്ദേശം ലഭിച്ചതോടെ ആരാധനകൾ വർദ്ധിപ്പിച്ചു. സംസാരം നിയന്ത്രിച്ചു. ഏകാന്തത ഇഷ്ടപ്പെട്ടു. ഒറ്റയ്ക്കിരുന്നു അല്ലാഹുവിന് ദിക്ർ ചൊല്ലുക പതിവാക്കി. ഒറ്റയ്ക്കിരിക്കുമ്പോൾ നല്ല മനഃശാന്തിയും കിട്ടും. അല്ലാഹു തനിക്ക് നൽകിയ മഹത്തായ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കണം. നന്ദിയുള്ള അടിമയായി ജീവിക്കും. ഇതിനിടയിലാണ് ആ സംഭവം നടന്നത്. സുന്ദരനായൊരു പുരുഷൻ പ്രത്യക്ഷപ്പെടുന്നു. അയാളെ കണ്ടപ്പോൾ മനസ്സ് അസ്വസ്ഥമായി. എന്തുദ്ദേശത്തിലാണ് വരവ്? ഒറ്റയ്ക്കിരിക്കുന്ന യുവതിയുടെ സമീപം ഒരു യുവാവ് കടന്നുവരുന്നത് ഉചിതമല്ല. കടന്നുപോവാൻ പറഞ്ഞു. അയാൾ പോയില്ല. സംസാരിച്ചു തുടങ്ങി. അല്ലാഹുവിന്റെ കൽപ്പനപ്രകാരം ഒരു സന്തോഷവാർത്ത അറിയിക്കാൻ വന്നതാണ്. നിങ്ങൾക്കൊരു പുത്രൻ ജനിക്കും. വളരെ യോഗ്യനായ പുത്രൻ. മറിയം ബീവി റളിയല്ലാഹു അൻഹ ഞെട്ടിപ്പോയി. തനിക്കൊരു പുത്രൻ ജനിക്കുകയോ? താൻ വിവാഹിതയല്ല. പിന്നെങ്ങനെ കുഞ്ഞുണ്ടാവും? ദുർനടപ്പുകാരിയുമല്ല മറിയം ബീവി റളിയല്ലാഹു അൻഹ. അക്കാര്യം പറഞ്ഞു. ആഗതൻ സാക്ഷാൽ ജിബ്രീൽ അലൈഹിസ്സലാമായിരുന്നു. പുത്രൻ ജനിക്കുമെന്ന സന്തോഷവാർത്തയുമായിട്ടാണ് വന്നത്. തന്റെ റബ്ബയച്ച ദൂതനാണ്. സന്തോഷവാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വന്നത് മലക്കാണ്. താൻ ഗർഭം ധരിക്കും. പ്രസവിക്കും. പ്രസവിക്കുന്നത് പുത്രനെയാണ്. യോഗ്യനായ പുത്രൻ. തന്റെ സമൂഹം എന്തു ധരിക്കും? തന്നെ ആക്ഷേപിക്കില്ലേ? പരിഹസിക്കില്ലേ? തള്ളിപ്പുറത്താക്കില്ലേ? മനസ്സിളകി മറിയുന്നു. വെപ്രാളത്തോടെയുള്ള പ്രതികരണം വിശുദ്ധ ഖുർആനിൽ കാണാം. മറിയം പറഞ്ഞു, എങ്ങനെയാണ് എനിക്ക് കുട്ടിയുണ്ടാകുന്നത്? ഒരു മനുഷ്യനും എന്നെ സ്പർശിച്ചിട്ടില്ല. ഞാൻ ദുർവൃത്തയുമല്ല. മറിയം ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത് ജിബ്രീൽ അലൈഹിസ്സലാം ശരിവെക്കുന്നു. ഒരു മനുഷ്യനും സ്പർശിച്ചിട്ടില്ല. ദുർനടപ്പുകാരിയുമല്ല. പരിശുദ്ധ വനിതയാണ്. പരിശുദ്ധ വനിതകളുടെ നേതൃസ്ഥാനത്താണ്. ഗർഭം ധരിക്കും. കുട്ടി ജനിക്കും. അത് ഉറപ്പാണ്. കാരണം അത് അല്ലാഹുവിന്റെ നിശ്ചയമാണ്. മാത്രമല്ല അത് വളരെ വലിയ അനുഗ്രഹവുമാണ്. താൻ ഗർഭം ധരിക്കുമെന്നും കുഞ്ഞിനെ പ്രസവിക്കുമെന്നും മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഉറപ്പായി. ജനങ്ങൾക്കിടയിൽ അപവാദം പ്രചരിക്കുമെന്നും തനിക്കറിയാം. ഇനിയെന്തു ചെയ്യും? മാറിത്താമസിക്കുക. പെട്ടെന്ന് ജനശ്രദ്ധയെത്താത്ത എങ്ങോട്ടെങ്കിലും മാറിത്താമസിക്കുക. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് യോഗ്യനായ പുത്രനെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുമ്പോൾ മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് 15 വയസ്സ് പ്രായമാണെന്ന് കാണുന്നു.
പുഴക്കരയിൽ ഒരു കുളിമുറിയുണ്ടാക്കി അവിടെ ചെന്നാണ് കുളിക്കുക. പതിവുപോലെ കുളിക്കാൻ ചെന്നതായിരുന്നു. അവിടെ വെച്ചാണ് വെളുത്ത സുമുഖനായ ചെറുപ്പക്കാരനായി ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടത്. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ കുപ്പായമാറിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഊതി. അങ്ങനെ ഗർഭിണിയായി. ഇത്രയും കാലം ബൈത്തുൽ മുഖദ്ദസിലെ സ്വന്തം മുറിയിൽ താമസിക്കുകയായിരുന്നുവെന്നും ഗർഭിണിയായപ്പോഴാണ് മാറി താമസിച്ചതെന്നും കാണുന്നു. മസ്ജിദുൽ അഖ്സായുടെ കിഴക്കുഭാഗത്തായിരുന്നു കുളിപ്പുര. ഏതോ ആവശ്യത്തിനങ്ങോട്ട് പോയതായിരുന്നു. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം എത്തിയത്. തുടർന്ന് സംഭാഷണം നടന്നതും പരിശുദ്ധനായ പുത്രനെക്കുറിച്ച് സുവിശേഷമറിയിച്ചതും. മറിയമിന്റെ കുപ്പായമാറിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഊതി. ഊതൽ താഴോട്ടിറങ്ങി. മറിയം ബീവി റളിയല്ലാഹു അൻഹ ഗർഭിണിയായി. സകരിയ നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ. യഹ്യാ നബി അലൈഹിസ്സലാമിനെ ഗർഭം ധരിച്ച് 6 മാസം കഴിഞ്ഞപ്പോഴാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ച് എന്ന് റിപ്പോർട്ടുകളിൽ കാണാം. ഗർഭിണികൾ തമ്മിൽ കണ്ട് മുട്ടിയ രംഗം ചരിത്രത്തിലുണ്ട്. മറിയം ബീവി റളിയല്ലാഹു അൻഹ ഈശായിനെ കാണാനെത്തി. ഇരുവരും സ്നേഹം പ്രകടിപ്പിച്ചു. ഈശാഹ് പറഞ്ഞു, നിനക്കറിയാമോ, ഞാൻ ഗർഭിണിയാണ്. ഇരുവരും ആലിംഗനം ചെയ്തു. റബ്ബിന് നന്ദി രേഖപ്പെടുത്തി. ഈശാഹ് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു. എന്റെ വയറ്റിലുള്ള കുഞ്ഞ് നിന്റെ വയറ്റിലുള്ള കുഞ്ഞിനു മുമ്പിൽ ബഹുമാനപൂർവ്വം ശിരസ് നമിക്കുന്നു. ഈസാ നബി അലൈഹിസ്സലാം, യഹ്യാ നബി അലൈഹിസ്സലാം എന്നിവർ ഒരേ കാലത്ത് ഉമ്മമാരുടെ ഗർഭാശയത്തിൽ കിടന്നു. മാസങ്ങളുടെ വ്യത്യാസം മാത്രം. ഒരേ കാലത്ത് ഉമ്മമാരുടെ മടിത്തട്ടിൽ വളർന്നു. വളർച്ചയും ഉയർച്ചയും ഒന്നിച്ചുതന്നെ. യഹ്യായുടെ പ്രസവം ആഘോഷമായിരുന്നു. ഈസാ നബി അലൈഹിസ്സലാം പ്രസവിക്കപ്പെട്ടപ്പോൾ പരിഹാസമായിരുന്നു. ഇസ്രായേലികൾക്കിടയിൽ ആരാധന കൊണ്ടും നിസ്വാർത്ഥത കൊണ്ടും പ്രസിദ്ധനായ ഒരാളുണ്ടായിരുന്നു. യൂസുഫുബ്നു യഹ്കൂബുൻ നുജാർ. അധികനേരവും ബൈത്തുൽ മുഖദ്ദസിൽ കാണും. മറിയം ബീവി റളിയല്ലാഹു അൻഹ തന്റെ ഗർഭത്തെക്കുറിച്ച് അദ്ദേഹത്തോടാണ് ആദ്യം സംസാരിച്ചത്. പിതൃവ്യപുത്രനാണ് അദ്ദേഹം. നടന്ന സംഭവങ്ങളെല്ലാം അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞു. അദ്ദേഹം അത്ഭുതപ്പെട്ടു നിന്നുപോയി. മറിയം, വിത്തിടാതെ സസ്യമുണ്ടാകുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. മറുപടി ഇങ്ങനെ, വിത്തില്ലാതെ സസ്യമുണ്ടാകും. ആദ്യത്തെ സസ്യം വിത്തില്ലാതെയാണ് ഉണ്ടായത്. ആദ്യ സസ്യം ആദം നബി അലൈഹിസ്സലാം. പുരുഷനില്ലാതെ കുഞ്ഞ് ജനിക്കുമോ? മറിയം ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അതെ. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു പുരുഷനും സ്ത്രീയുമില്ലാതെ സൃഷ്ടിച്ചു. ഹവ്വായെയും അങ്ങനെ തന്നെ. അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അവന്റെ ദൃഷ്ടാന്തമായി തന്റെ കുഞ്ഞ് ജനിക്കും. സകരിയ നബി അലൈഹിസ്സലാമിനോടും മറിയം ബീവി റളിയല്ലാഹു അൻഹ സംസാരിച്ചു. ബൈത്തുൽ മുഖദ്ദസ് വിട്ടുപോവാൻ സമയമായി. ഗർഭിണിക്കവിടെ സ്ഥാനമില്ല. കടുത്ത വേദനയോടെ അവിടെ നിന്നിറങ്ങി. തന്റേതായി അധികാരസാധനങ്ങളൊന്നുമില്ല. ഉള്ളതും പെറുക്കി അവിടെ നിന്നിറങ്ങി. ബെത്ലഹേം അവിടേക്കായിരുന്നു യാത്രയെന്ന് പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഏകാന്തവാസം. ഇതിനിടയിൽ വാർത്ത നാട്ടിൽ പരന്നു. ഓരോ അപവാദ വാർത്തയും മറിയമിനെ വല്ലാതെ വിഷമിപ്പിച്ചു. താൻ മരിച്ചുപോയിരുന്നെങ്കിൽ, താൻ വിസ്മരിക്കപ്പെട്ടുപോയിരുന്നെങ്കിൽ എന്ന് അവർ ആശിച്ചുപോയി. മലക്കുകൾ പറഞ്ഞ സന്ദർഭം ഓർക്കുക. ഓ മറിയം, തന്റെ പക്കൽ നിന്നുള്ള ഒരു വചനം കാരണമായുണ്ടാകുന്ന കുട്ടിയുടെ ജന്മത്തെക്കുറിച്ച് നിങ്ങളോട് അല്ലാഹു സന്തോഷവാർത്ത അറിയിക്കുന്നു. അദ്ദേഹത്തിന്റെ നാമം മറിയമിന്റെ മകൻ മസീഹ് ഈസ എന്നാകുന്നു. ഇഹത്തിലും പരത്തിലും പ്രമുഖനും അല്ലാഹുവിന്റെ സാമീപ്യം പ്രാപിച്ചവരിൽപ്പെട്ടവനുമാണദ്ദേഹം. ഇവിടെ പുത്രന്റെ പേര് വ്യക്തമാക്കിയിരിക്കുന്നു, മസീഹ് ഈസ. മസീഹ് എന്ന് പേരുവെക്കാൻ പല കാരണങ്ങൾ പറഞ്ഞുകാണുന്നു. ഭൂമിയിൽ ധാരാളം യാത്ര ചെയ്യും. ഭൂമി മുറിച്ചു കടന്ന് യാത്ര ചെയ്യും. മസാഹ എന്ന അറബി പദത്തിൽ നിന്നാണ് മസീഹ് എന്നഭിപ്രായപ്പെട്ടവരുണ്ട്. മസാഹ എന്ന പദത്തിന് യാത്ര ചെയ്തു എന്നർത്ഥമുണ്ട്. മസാഹ എന്ന പദത്തിന്റെ അർത്ഥം തടവുക എന്നാകുന്നു. രോഗികളെ തടവിയാൽ ഉടനെ സുഖപ്പെടും. നിരവധി രോഗികളെ ഈസാ നബി അലൈഹിസ്സലാം ഈ വിധത്തിൽ സുഖപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകിയിട്ടുണ്ട്. മസീഹ് അല്ലെങ്കിൽ മിഷിഹ എന്ന ഹിബ്രു വാക്കിന്റെ അറബി ശൈലിയിലുള്ള പ്രയോഗമാണ് മസീഹ്. അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നർത്ഥം. രാജാവായി നിയോഗിക്കപ്പെടുമ്പോഴും പുരോഹിതനായി സ്ഥാനമേൽക്കുമ്പോഴും ഒരു പ്രത്യേകതരം തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന പതിവ് അക്കാലത്ത് വേദക്കാരിലുണ്ടായിരുന്നുവെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഈസാ നബിയെക്കുറിച്ച് മലക്കുകൾ ആദ്യമറിയിച്ചത് അല്ലാഹുവിൽ നിന്നുള്ള വാക്ക് കലിമത്തു മിന്നല്ലാഹി എന്നാകുന്നു. ഈസാ നബി അലൈഹിസ്സലാമിനെ കലിമ എന്ന് വിശേഷിപ്പിച്ചു. പിന്നെ അൽ മസീഹ് എന്ന് വിശേഷിപ്പിച്ചു. മൂന്നാമതായി ഈസ എന്ന് പറഞ്ഞു. അത് സാക്ഷാൽ പേര്. അതിന്റെ ഗ്രീക്ക് രൂപം ക്രിസ്തു എന്നാണ്. മറിയമിന്റെ മകൻ ഈസ എന്നു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ ഇത് പരക്കെ പ്രയോഗിച്ചിട്ടുണ്ട്. മറിയമിന്റെ മകനാണ്. മറിയമിന്റെ മാത്രം മകൻ. പിതാവിനെ പറയാനില്ല.
ക്രിസ്ത്യാനികൾ ദൈവപുത്രൻ എന്ന് പറയുന്നു. അതിനെ ഖണ്ഡിക്കുന്ന പ്രയോഗമാണിത്. ദൈവത്തിന്റെ പുത്രനല്ല, മറിയമിന്റെ പുത്രനാണ്. ജൂതന്മാർ ഈസാനബി അലിഹിസ്സലാമിനെ വ്യഭിചാരപുത്രൻ എന്നു പരിഹസിച്ചു. യോസെഫിന്റെ പുത്രനാണെന്നു വാദിച്ചു. ആരുടെയും പുത്രനല്ല, മറിയമിന്റെ മാത്രം പുത്രനാണെന്ന് ഖുർആൻ പ്രഖ്യാപിച്ചു. കുട്ടി തൊട്ടിലിൽ വെച്ച് സംസാരിക്കും, മധ്യവയസ്കനായ നിലയിലും സംസാരിക്കും. അദ്ദേഹം സജ്ജനങ്ങളിൽപ്പെട്ടവനുമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, തന്റെ പുത്രനെക്കുറിച്ചുള്ള വിശദമായ വിവരണമാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ലഭിച്ചത്. വിശുദ്ധ ഖുർആൻ വചനം കാണാം. അപ്പോൾ മറിയം ചോദിച്ചു, എന്റെ റബ്ബേ, എനിക്ക് എങ്ങനെ കുട്ടിയുണ്ടാവും? എന്നെ ഒരു പുരുഷനും തൊട്ടിട്ടില്ലല്ലോ. അവൻ പറഞ്ഞു, അങ്ങനെ തന്നെയാണ് കാര്യം. താനുദ്ദേശിക്കുന്നത് അല്ലാഹു സൃഷ്ടിക്കുന്നു. ഒരു കാര്യം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുക എന്ന് അതിനോട് പറയുന്നു. അപ്പോൾ അതുണ്ടാകും. അല്ലാഹു ഒരു സാധനം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചാൽ അതിനോടുണ്ടാവുക എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അതുണ്ടാകും. ഈസാനബി നബി അലൈഹിസ്സലാമിന്റെ കാര്യവും അല്ലാഹുവിന് നിസ്സാര കാര്യമാണ്. എന്നാൽ ലോകത്തിന് മഹാശ്ചര്യം. ഈസാനബി അലൈഹിസ്സലാമിന്റെ മഹത്വം തുടർന്നു പറയുന്നു. അദ്ദേഹത്തെ അല്ലാഹു കിതാബും തത്വജ്ഞാനവും തൗറാത്തും ഇഞ്ചീലും പഠിപ്പിച്ചുകൊടുക്കും. മൂസാനബി അലിഹിസ്സലാമിന് ഇറക്കപ്പെട്ട വേദഗ്രന്ഥമാണ് തൗറാത്ത്. ഈസാനബി അലിഹിസ്സലാം അത് നന്നായി പഠിച്ചു. അത് മനപാഠമാക്കി. ഈസാനബി അലിഹിസ്സലാമിന് ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ് ഇഞ്ചീൽ. അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചുകൊടുത്തു. വിശുദ്ധ ഖുർആൻ തുടരുന്നു. ഇസ്രായേലിയരിലേക്കുള്ള ഒരു ദൂതനായി അദ്ദേഹത്തെ അയക്കുകയും ചെയ്യും. അവരോടദ്ദേഹം ഇങ്ങനെ പറയും, നിങ്ങളുടെ അടുക്കലേക്ക് നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തവും കൊണ്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. നിശ്ചയമായും പക്ഷിയുടെ ആകൃതിയിലുള്ള ഒന്ന് ഞാൻ കളിമണ്ണുകൊണ്ട് നിങ്ങൾക്കുവേണ്ടി നിർമ്മിക്കും. എന്നിട്ട് അതിൽ ഊതുകയും ചെയ്യും. അപ്പോൾ അല്ലാഹുവിന്റെ അനുമതിയോടെ അതൊരു പക്ഷിയായിത്തീരുന്നതാണ്. അല്ലാഹുവിന്റെ അനുമതികൊണ്ട് ഞാൻ അന്ധനായി ജനിച്ചവനെയും വെള്ളപ്പാണ്ടുകാരനെയും സുഖപ്പെടുത്തുകയും മരിച്ചവരെ ജീവിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ ഭക്ഷിക്കുന്നതും വീടുകളിൽ സൂക്ഷിക്കുന്നതും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ സത്യവിശ്വാസികളായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. തീർച്ച എന്റെ മുമ്പിലുള്ള തൗറാത്തിനെ ശരിവെക്കുന്നവനായിക്കൊണ്ടും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ട ചിലത് അനുവദിച്ചു തരുവാൻ വേണ്ടിയും ആണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തം ഞാൻ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അതിനാൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുവിൻ. ഈസാ നബി അലൈഹിസ്സലാം അവരെക്കുറിച്ചുള്ള വിശദീകരണമാണ് ഈ വചനങ്ങളിൽ നാം കാണുന്നത്. ഈസാ നബി അലൈഹിസ്സലാം നിരവധി മുഅ്ജിസത്തുകൾ, അമാനുഷിക കർമ്മങ്ങൾ കാണിക്കും. അവയിൽ ചിലത് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. ഓരോന്നും അല്ലാഹുവിന്റെ അനുമതിയോടുകൂടിയാണ് കാണിക്കുക. ഇങ്ങനെ നിരവധി മുഅ്ജിസത്തുകൾ. മൂസാ നബി അലൈഹിസ്സലാമിന് ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ് തൗറാത്ത്. തനിക്ക് ലഭിച്ചത് ഇഞ്ചീലും. രണ്ടും ജനങ്ങൾക്ക് പഠിപ്പിച്ചുകൊടുത്തു. തൗറാത്തിലെ ചില വിധികൾ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ശരീഅത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. നേരത്തെ നിഷിദ്ധമായിരുന്ന ചില കാര്യങ്ങൾ അനുവദനീയമായി എന്നാണ് മനസ്സിലാവുന്നത്. അടിസ്ഥാന തത്വങ്ങളിൽ മാറ്റം വരില്ല. എല്ലാ പ്രവാചകന്മാരും തൗഹീദ് സ്ഥാപിക്കാനാണ് വന്നത്. അല്ലാഹു ഏകനാകുന്നു, അവൻ പങ്കുകാരില്ല. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലാകുന്നു. ഇതാണ് അടിസ്ഥാനം. ലാ ഇലാഹ ഇല്ലല്ലാഹു മൂസ കലീമുല്ലാഹി, ലാ ഇലാഹ ഇല്ലല്ലാഹു ഈസാ റൂഹുല്ലാഹി. ഇവയാണ് അടിസ്ഥാന വചനം. ജീവിതത്തിൽ നടപ്പിലാക്കേണ്ട ചില നടപടിക്രമങ്ങളിൽ മാത്രമാണ് മാറ്റം വന്നത്. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയായിരിക്കും: തീർച്ചയായും അല്ലാഹു എന്റെയും നിങ്ങളുടെയും രക്ഷിതാവാകുന്നു. അതുകൊണ്ട് അവന് നിങ്ങൾ ആരാധന ചെയ്യുക. ഇതാണ് നേരായ മാർഗം. ഈസാ നബി അലൈഹിസ്സലാം നേരായ മാർഗം ചൂണ്ടിക്കാണിക്കുന്നു. സമുന്നതനായ പുത്രനെ തന്നെയാണ് ഞാൻ പ്രസവിക്കാൻ പോകുന്നത്, ഈ സമൂഹത്തിന്റെ സമുദ്ധാരകൻ. ജൂതന്മാർ സകരിയ നബി അലൈഹിസ്സലാമിനോട് കാണിക്കുന്ന ക്രൂരതകൾക്ക് കണക്കില്ല. പരിഹാസം, ഉപദ്രവം, പീഡനം, ഭീഷണി. ഒരു സ്വസ്ഥതയും നൽകുന്നില്ല. തൗറാത്ത് അവരുടെ മുമ്പിലുണ്ട്. അതിലെ കൽപ്പനകൾക്ക് അവർ വില കൽപ്പിക്കുന്നില്ല. തോന്നിയതുപോലെ ജീവിക്കുന്നു. അല്ലാഹുവിന്റെ മാർഗത്തിലേക്കാണ് സകരിയ നബി അലൈഹിസ്സലാം ക്ഷണിക്കുന്നത്. അതിനെ അവർ തട്ടിക്കളയുന്നു. ഇതേ സമൂഹത്തെയാണ് തന്റെ പുത്രനും അഭിമുഖീകരിക്കേണ്ടിവരിക. പുത്രനെയും അവർ എതിർക്കും. ഗർഭിണിയാണെന്നറിഞ്ഞതോടെ തന്റെ നേരെ പരിഹാസം തുടങ്ങിയിരിക്കുന്നു. എല്ലാം അല്ലാഹുവിന്റെ നിശ്ചയം പോലെ നടക്കട്ടെ. പ്രസവസമയം അടുത്തുവരികയാണ്. സഹായിക്കാനാരുമില്ല. ഒരു ഈത്തപ്പനമരത്തിന്റെ സമീപത്ത് വന്നു നിന്നു. വല്ലാത്ത ക്ഷീണം. ഈത്തപ്പനമരത്തിൽ ചാരിയിരുന്നു. ഈ രംഗം വിശുദ്ധ ഖുർആനിൽ കാണാം. ഈ സമയത്ത് താഴ്ഭാഗത്തുനിന്ന് ഒരു വിളിനാദം കേട്ടു: വിഷമിക്കേണ്ട, നിങ്ങളുടെ റബ്ബ് താഴ്ഭാഗത്ത് ഒരു അരുവി ഒരുക്കിത്തന്നിരിക്കുന്നു. അതിൽ നിന്ന് വെള്ളം കുടിക്കാം, ക്ഷീണം തീർക്കാം. ഈത്തപ്പന പിടിച്ചു കുലുക്കുക. അപ്പോൾ ഈത്തപ്പഴം വീഴും.
പഴുത്തുപാകമായ രുചികരമായ ഈത്തപ്പഴം. അത് കഴിച്ചു വിശപ്പടക്കാം. താഴേക്ക് നോക്കി. അവിടെ ഒരു നീർച്ചാലുണ്ട്. അത് വറ്റിവരണ്ട് കിടക്കുകയായിരുന്നു. ഇപ്പോൾ അതിൽ വെള്ളമൊഴുകുന്നു. നല്ല ശുദ്ധജലം. ഈത്തപ്പനമരം ഉണങ്ങിപ്പോയിരുന്നു. അതിൽ ഫലമുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ അത് പച്ചയായിരിക്കുന്നു. അതിൽ പഴുത്തുപാകമായ പഴങ്ങളുണ്ട്. ഇത് അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള അത്ഭുതകരമായ സഹായം തന്നെ. ആരെയെങ്കിലും കാണുകയാണെങ്കിൽ അവരോട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞേക്കണം, കരുണാനിധിയായ റബ്ബിന് മൗനവ്രതം അനുഷ്ഠിക്കുവാൻ ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട്. അതിനാൽ ഒരാളോടും ഇന്ന് ഞാൻ സംസാരിക്കുകയില്ല. നോമ്പനുഷ്ഠിക്കുമ്പോൾ സംസാരമുപേക്ഷിക്കുന്ന സമ്പ്രദായം അക്കാലത്തുണ്ടായിരുന്നു. നോമ്പ് നോറ്റിരിക്കുന്നു എന്ന് ആംഗ്യത്തിലൂടെ മറ്റുള്ളവരെ ധരിപ്പിക്കാം. പിന്നെയവർ സംസാരിക്കാൻ നിൽക്കില്ല. നിർദ്ദേശിക്കപ്പെട്ടതുപോലെ അരുവിയിലെ ശുദ്ധജലം കുടിച്ചു ദാഹം ശമിച്ചു. ഈത്തപ്പന പിടിച്ചു കുലുക്കിയപ്പോൾ ഈത്തപ്പഴം വീണു. രുചികരമായ പഴം കഴിച്ചു. കുഞ്ഞിനെ പ്രസവിച്ചു. ആൺകുഞ്ഞ്. അൽഹംദുലില്ലാ. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അനുഗ്രഹീതനായ പുത്രൻ. ഉമ്മ കുഞ്ഞിന്റെ മുഖത്തേക്ക് ആവേശത്തോടെ നോക്കി. എന്റെ പൊന്നുമോൻ. മാതൃഹൃദയം കുളിരണിഞ്ഞു. എന്തൊരഴകുള്ള കുഞ്ഞ്! ആ ചുണ്ടുകൾ, കണ്ണുകൾ, കവിളുകൾ നോക്കിക്കണ്ടിട്ട് മതിവരുന്നില്ല. സമയം ഇഴഞ്ഞു നീങ്ങി. താനും മോനും മാത്രമുള്ള ലോകം. അല്ലാഹുവിന്റെ സഹായം, മലക്കുകളുടെ സാന്നിധ്യം. മോനെ കണ്ടപ്പോൾ മനസ്സിൽ കൊള്ളാത്ത സന്തോഷം. ആ സന്തോഷത്തിൽ മനുഷ്യരെ മറന്നുപോയി. കുഞ്ഞിനെ കൈകളിലെടുത്തു, പാൽ കൊടുത്തു, അതിനെ ലാളിച്ചു. മെല്ലെ മെല്ലെ മനുഷ്യരുടെ ഓർമ്മ വന്നു. തന്റെ ബന്ധുക്കൾ, നാട്ടുകാർ. അവരുടെ സമീപത്തേക്ക് പോകണം. അവരെ കാണണം. ഇവിടെ ഇങ്ങനെ കഴിയാൻ പറ്റില്ല. പിന്നെയും അസ്വസ്ഥത. എങ്കിലും ധൈര്യം സംഭരിച്ചു കുഞ്ഞുമായി മുൻപോട്ടു നടന്നു. സ്വന്തക്കാരുടെ അടുത്തേക്ക് പോകണമെന്നാണ് തനിക്ക് ലഭിച്ച നിർദ്ദേശം. അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടതില്ല. കുഞ്ഞിനു നേരെ അവരുടെ ശ്രദ്ധ തിരിച്ചുവിട്ടാൽ മതി. കുഞ്ഞ് സംസാരിച്ചുകൊള്ളും. വീട്ടിലെത്തി. ബന്ധുക്കളും അയൽക്കാരും കൂടി. വിവരമറിഞ്ഞു പലരുമെത്തി. എല്ലാ മുഖങ്ങളും രോഷം കൊണ്ട് കറുത്തിരുന്നു. പരുഷവാക്കുകളിൽ സംസാരം തുടങ്ങി. ആ സമൂഹത്തിൽ ആരാധനയിൽ മുഴുകിക്കഴിയുന്ന നല്ലൊരു മനുഷ്യനുണ്ടായിരുന്നു. എല്ലാ നന്മകളും ചേർന്ന സൽസ്വഭാവിയായ മനുഷ്യൻ. പേര് ഹാറൂൻ. ആളുകൾ ആദരവോടുകൂടി മാത്രമേ ആ പേര് പറയുകയുള്ളൂ. ഹാറൂനിനെപ്പോലെയാണ് മറിയമിനെയും ആ സമൂഹം കണ്ടത്. ചിലർ മറിയമിനെ ഹാറൂനിന്റെ സഹോദരി എന്നുവരെ വിളിച്ചുകഴിഞ്ഞു. ഹാറൂനിന് തുല്യമായവൾ എന്ന് പൊതുവിൽ പറഞ്ഞുവന്നു. അങ്ങനെയുള്ള ഒരുവൾ ഈ വിധമായിപ്പോയി. ഒരു കുഞ്ഞിനെ പ്രസവിച്ചു വന്നിരിക്കുന്നു. ചിലർ കോപം കൊണ്ട് പല്ല് ഞെരിച്ചു. പലരും ഉറച്ച ശബ്ദത്തിൽ സംസാരിക്കുന്നു. അപ്പോഴും മറിയമിന്റെ മുഖം ശാന്തമായിരുന്നു. ഞാൻ നോമ്പുകാരിയാണ്. സംസാരിക്കാൻ പറ്റില്ല. മറിയം ബീവി റളിയല്ലാഹു അൻഹ അവരെ ആംഗ്യത്തിലൂടെ ബോധ്യപ്പെടുത്തി. ചിലർക്ക് രോഷം വർദ്ധിച്ചു. മറിയം ബീവി റളിയല്ലാഹു അൻഹ കുഞ്ഞിനുനേരെ കൈചൂണ്ടി. അതിനോട് സംസാരിച്ചുകൊള്ളൂ എന്ന സൂചന. ചിലർ കോപത്തോടെ വിളിച്ചു ചോദിച്ചു, നീ എന്താണീ പറയുന്നത്? തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയോട് ആരെങ്കിലും സംസാരിക്കുമോ? അതിന് മറുപടി പറയാൻ കഴിയുമോ? കഴിയുമെന്ന് സൂചിപ്പിച്ചു. കുട്ടി സംസാരിക്കാൻ തുടങ്ങി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.